മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാന്റെ ഒരു താരീഖുണ്ട്. പഴമക്കാരായ ആളുകൾ പ്രഭാഷണത്തിൽ അതൊക്കെ പറയുമ്പോൾ സ്ഥിരമായിട്ട് പറഞ്ഞതാണ്. അബ്ദുല്ലാഹി സൗമായി എന്ന പേരായ ആളുടെ ഈത്തപ്പനത്തോട്ടത്തിൽ ഗൗസുൽ ആദമിന്റെ പിതാവ് അബൂ സാലിഹ് ശമ്പളമില്ലാതെ ജോലിക്ക് നിന്നു. താൻ വിശന്നപ്പോൾ കഴിച്ച ഒരു അത്തിപ്പഴം പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ജോലി കാലാവധി പൂർത്തീകരിച്ച് പോകാൻ ഒരുങ്ങുമ്പോ എന്റെ മോളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ കല്യാണം കഴിച്ചു. ഫാത്തിമ എന്നായിരുന്നു മോളെ പേര്. അതിലുണ്ടായ കുട്ടിയാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയലുണ്ട്. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പ അബൂ സാലിഹിന്റെ സ്ഥാനത്ത് നമ്മളാണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മള് അത്തിപ്പഴം തിന്നതിന് പകരം ആനമുടുക തിന്നു എന്ന് വിചാരിച്ചോളി. കുറച്ച് വലിപ്പം ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് അതിന്റെ മുതലാളിനോട് അത് പൊരുത്തപ്പെടിക്കാൻ പോയി എന്നും വിചാരിച്ചോളി. ഇതൊക്കെ വിചാരിക്കാനേ പറ്റുള്ളൂ, നമ്മൾ ഒരിക്കലും പോവില്ല. അത്തിപ്പഴം തിന്നിട്ടല്ല ആനമുടുക തിന്നാൽ തന്നെ നമ്മൾ പൊരുത്തപ്പെടിക്കാൻ പോവില്ല. പോയി എന്ന് വിചാരിച്ചോളി. അങ്ങനെ ചെന്നപ്പോ ആന മുതലാളി പറഞ്ഞു, പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒരു 2 കൊല്ലം ഇന്റെ ആനകൾക്ക് കുറച്ച് പനമ്പട്ട കൊടുന്നു തരണം എന്ന് പറഞ്ഞ എന്തേക്കാരം മറുപടി. പിന്നെ ഈ വലിപ്പത്തിൽ ഒരു സാലിമിനെ വേറെ നോക്കിക്കോളി, ഇന്നതിന് കിട്ടൂല എന്ന് നമ്മൾ പറയില്ലേ. അതുകൊണ്ട് തന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മാരത്തെ മക്കളെ നമുക്ക് ഉണ്ടാകാത്തോ. 5 കാര്യങ്ങൾ ചെയ്താലേ മക്കള് സ്വാലിഹീങ്ങളാവുള്ളൂ എന്നാണ്. 5 കാര്യങ്ങൾ. അതിലൊന്ന്, മക്കളെ കൊണ്ടുള്ള ഉദ്ദേശം കറക്റ്റ് ആയിരിക്കണം. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് മക്കൾ എന്ന ഉദ്ദേശം കറക്റ്റ് ആയിരിക്കണം. 2ാമത്തെ കാര്യം, ഉദ്ദേശത്തിനനുസരിച്ച പേര് നൽകണം. പേരിടുമ്പോ 3 കാര്യമാണ് നോക്കേണ്ടത്. ഒന്ന്, പേരിന്റെ അർത്ഥം നല്ലതായിരിക്കണം. അറബി ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഭാഷ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഉറുദു പറ്റും, ഫാരിസി പറ്റും, ഇംഗ്ലീഷ് പറ്റും, ഏത് ഭാഷയും പറ്റും. പക്ഷെ അർത്ഥം നല്ലതായിരിക്കണം. അർത്ഥം നന്നാവുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പേരിന്റെ താരീഖ്. ഇത് ആരുടെ പേരാണ് എന്നത്. ഇത് ആരെ പേരാണ്? മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേര്, റിഫായി ഷെയ്ഖിന്റെ പേര് റളിയല്ലാഹു അൻഹു, മമ്പർത്ത് തങ്ങളെ പേര്, സയ്യിദ് അലവി മൗലദ് ദവീല, ബദരീങ്ങളെ പേര്. നമ്മളെ സംഘടനയുടെ വലിയൊരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു, ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട്, പഠിക്കലുള്ള. ഓന് കുട്ടികളുണ്ടായാൽ എന്താ ചെയ്യാച്ചാല് ബദർ മൗലിദിന്റെ അവസാനത്തെ ഹദീസിന് മറിച്ച് വെക്കും. ഖാല ശൈഖു ദാറാനി റഹിമഹുല്ലാഹ് എന്ന് തുടങ്ങുന്ന ഹദീസ്. എന്നിട്ട് പെണ്ണുങ്ങളോട് പറയും, ദാ ഇതിൽ 313 പേരുണ്ട്, ഇതിന് എനിക്ക് പറ്റിയെടുത്തോ. ബദരീങ്ങളെ പേര്. ബദരീങ്ങളെ പേരിലൊക്കെ നല്ല ചൊറുക്കുള്ള പേര് ഇഞ്ഞുണ്ട്, ഇട്ടിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ടൈറ്റാണ്, നല്ല പേരുണ്ട്. സംഗതി 313 ഉള്ളൂ എന്നുണ്ട് കാര്യമില്ല, പേര് കുറേയുണ്ട്. അലിഫൻ സുബൈറു യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വഉബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഒന്ന് അർത്ഥം, 2 ചരിത്രം. ആരുടെ പേരാണ്? പെൺകുട്ടികൾക്കൊക്കെ ഇപ്പൊ പഴയ പേര് മടങ്ങി വരുന്നുണ്ട്. ആമിന, ആയിഷ, ഖദീജ, റംല, മറിയ. പക്ഷേ ഫാഷന്റെ പേരിലാണെങ്കിൽ ഫാഷന്റെ ഗുണേ കിട്ടുള്ളൂ. ആമിന ബീവിന്റെ പേരായിക്കോട്ടെ എന്ന് കരുതിയിട്ടാലേ ആമിന ബീവിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. ആയിഷ ബീവിന്റെ പേരായിക്കോട്ടെ എന്ന് കരുതിയിട്ടാലേ ആയിഷ ബീവിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരായിക്കോട്ടെ എന്ന് കരുതിയിട്ടാലേ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. അബൂബക്കർ സിദ്ദീഖിന്റെ പേരായിക്കോട്ടെ എന്റെ കുട്ടിക്ക് എന്ന് കരുതിയിട്ട് ആരെങ്കിലും കുട്ടികൾക്ക് പേരിട്ടാൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവുമെന്നതാണ്. ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആരെ പേരാണ് എന്നുള്ളത് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, എന്താണ് ആ പേര് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നതാണ്. അപ്പൊ 1 പേരിന്റെ അർത്ഥം, 2 പേരിന്റെ ചരിത്രം, 3 പേരിന്റെ ഉദ്ദേശം. അങ്ങനെ 3 കാര്യങ്ങളാണ്. അപ്പൊ പഴമക്കാരൊക്കെ പേരിടുമ്പോ ശരിക്കും നോക്കിയിരുന്നു മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ പേരാണ്. നമ്മളെ
പിന്നെ അതുണ്ടല്ലോ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു, ഔലിയാക്കളിൽപ്പെട്ട ആളാണ് ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു. ടിപ്പു സുൽത്താന്റെ വാപ്പ ഹൈദർ അലി ഖാന് നേരത്തെ മക്കളുണ്ടായിരുന്നില്ല എന്നാണ്, കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ മഹാനവറുകൾ ഒരുപാട് നേർച്ചകൾ നടത്തി, കുറെ ചികിത്സകളൊക്കെ നടത്തി, ഒരു ഫലവുമില്ല, കുട്ടികളുണ്ടായില്ല. അവസാനം മൈസൂരിൽ ഉണ്ടായിരുന്ന ടിപ്പു മസ്താൻ ഔലിയ എന്ന പേരായ ഒരാളുടെ ഖബറിങ്ങ് ചെന്ന് ദ്വാരുന്നു. എന്താ ദ്വാ? എനിക്കൊരു ആൺകുട്ടി വേണം, കുട്ടി ഉണ്ടായാൽ ഇങ്ങളെ പേരിടാന്നാണ് വരുന്നത്. അങ്ങനെ ഉണ്ടായ കുട്ടിക്ക് ടിപ്പു മസ്താൻ ഔലിയയുടെ പേരിട്ടതാണ് ടിപ്പു എന്ന് പറയുന്നത്. ടിപ്പുവിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പേരന്നെ. ടിപ്പുവിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രത്യേകത പേരന്നെയാണ്. ടിപ്പു മസ്താൻ ഔലിയയുടെ പേരിട്ടതാണ്. ടിപ്പു സുൽത്താന്റെ ഖാദിയായിരുന്നു കാലില്ലാത്ത ഉപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാള് പുത്തനങ്ങാടി പള്ളിയിൽ മഹാനവറുകളുടെ ഖബറുണ്ട്. മമ്പറ തങ്ങളുടെ ഉസ്താദായിരുന്ന കാലില്ലാത്ത ഉപ്പാപ്പ, അദ്ദേഹത്തിന്റെ നേർച്ചയായിരുന്നു 2 ദിവസം മുമ്പ് റബീഉൽ ആഖിറിൽ തന്നെയാണ് മഹാനവറുകളും വഫാത്തായിട്ടുള്ളത്. അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഔലിയാക്കളുടെ മാസമാണ് റബീഉൽ ആഖിർ, ഔലിയാക്കളുടെ മാസം. നാളിനോട് ഒരാൾ ചോദിച്ചു, നബിന്റെ കാലത്തൊന്നും എന്താ ഔലിയാക്കളില്ല എന്ന് ചോദിച്ചു. നബിയുടെ കാലത്ത് എന്താ ഔലിയാക്കളില്ലാഞ്ഞത്? നമ്മളെ ഈ മങ്കൂസ് മൗലിദിലുണ്ടല്ലോ, മങ്കൂസ് മൗലിദിന്റെ അവസാനത്തെ ദുആ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയതാണെന്നാണ്. അതിൽ 2 ഭാഗമാണ് ആ ദുആക്കുള്ളത്. അതിലെ 1-ാം ഭാഗം ഒരു സ്വലാത്താണ്, അതിന് സ്വലാത്തുൽ മുൻജിയ എന്നാണ് പേര്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജിനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഅൽ ഖതിയാത്ത് വതഖ്ദി ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതർഫഅനാ ബിഹാ عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്വലാത്ത്. മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് ഉണ്ടാക്കി. അങ്ങനെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ ഇബ്നു ഹജർ തങ്ങളോട് പറഞ്ഞു, ഞാന് നമ്മളെ ദർസിലെ കുട്ടികള് വീടുകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഓൽക്ക് വീടുകളിൽ ഓതാൻ വേണ്ടി ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? എൻ്റെ വയത് ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? ശ്രദ്ധിക്കണ്ടല്ലോ ഉണ്ട്. എന്നാ ഒരു യാ നബി എല്ലാവരും ചെല്ലണം. യാ നബി യാ റസൂൽ യാ ഹബീബ് സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇനി ഒരു വരിയല്ല. അശ്റഖൽ ബദ്റു علينا فاختبت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അങ്ങനെ മഖ്ദൂം തങ്ങള് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയിട്ട്
ഇബ്നു ഹജർ തങ്ങൾ കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നു. ഇബ്നു ഹജർ മഖ്ദൂം തങ്ങളുടെ ഉസ്താദാണ്. അപ്പൊ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ നമ്മളെ മുത്തഅല്ലിമീങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീടുകളിലേക്ക് പോകുമ്പോ ഓൽക്ക് ആ വീട്ടിലൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് ഓതാൻ വേണ്ടിയിട്ട് ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു. എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ മങ്കൂസ് മൗലവി കാണിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ അവസാനത്തിലെ ദുആ മൂപ്പര് എഴുതി കൊടുത്തതാണെന്നാണ്. മങ്കൂസ് മൗലവിന്റെ അവസാനത്തിലെ ദുആ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. അപ്പൊ അതിൽ രണ്ട് ഭാഗമാണ്. ആദ്യ ഒരു സ്വലാത്ത്, അത് സ്വലാത്തുൽ മുൻജിയ എന്ന് പറയുന്ന ഇബ്നു ഹജറിലേക്ക് ചേർക്കപ്പെടുന്ന സ്വലാത്താണ്. രണ്ടാമത്തെ ദുആണ് അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിസ്മിക്കൽ അദീം വബിജാഹി നബിയിക്കൽ കരീം വവലിയിക്കൽ അദീം. ഏതാ വലിയ? അല്ലാഹുവേ, ഇന്നാ നതവസ്സലു ഇലൈക, നിന്നിലേക്ക് ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നു, ബിസ്മിക്കൽ അദീം, നിന്റെ ഇസ്മുൽ ആദം കൊണ്ട്, വബിജാഹി നബിയിക്കൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, വവലിയിക്കൽ അദീം, മഹാനായ നിന്റെ വലിയിനെ കൊണ്ട്. ഏതാ വലിയ? അതിന്റെ ഒന്നാമത്തെ ഉത്തരം അത് മുഹമ്മദ് നബി തന്നെയാണ്. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളാണ്. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളാണ്. എല്ലാ സ്വഹാബത്തും ഔലിയാക്കളാണ്. അപ്പൊ നമ്മള് ഔലിയാക്കളിൽ പ്രമുഖൻ ഗൗസുൽ ആദം എന്ന് പറഞ്ഞാല് നബിയും സഹാബത്തും കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കൾ തന്നെയാണ്. എന്താ വെച്ചാല് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയാ പിന്നെ SLC ഉണ്ടോന്ന് ചോദിക്കൂലല്ലോ എന്ന മാതിരിയാണ്. നബി ആയാ പിന്നെ അതിന്റെ താഴെ ചോദിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് പറയാത്തത്. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളാണ്. എല്ലാ സ്വഹാബത്തും ഔലിയാക്കളാണ്. ഔലിയാക്കളിൽ പ്രധാനിയാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിയും സഹാബത്തും കഴിഞ്ഞിട്ട് എന്നാണ്. 10,000 റക്അത്ത് നിസ്കരിച്ചാലും ഒരു സഹാബിന്റെ അടുക്കെത്തൂല. സഹാബി എന്ന് പറഞ്ഞാൽ എന്താ? ഈമാനോടുകൂടി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മരിക്കുകയും ചെയ്ത ആൾക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. നല്ല മനുഷ്യന്മാരുടെ സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുഹബത്ത്. സ്വഹാബത്താരും ഇൽമു പഠിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിക്ക് പോയതല്ല, സുഹബത്തിന് വേണ്ടി പോയപ്പോൾ ഇൽമു കിട്ടിയതാണ്. പഠിക്കാനായിട്ട് കൂടിയ ആൾക്കാർ സുഫത്തിന്റെ അഹ്ലുകാർ എന്ന് പറയുന്നവരാണ്. അവരും യഥാർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടി മാത്രം കൂടിയതൊന്നല്ല, സുഹബത്തിന് വേണ്ടി കൂടിയപ്പോൾ അവർക്ക് ഇൽമു കിട്ടിയതാ. അപ്പോൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമുണ്ട് സുഹബത്ത്. സ്വാലിഹായ ഒരു മനുഷ്യനെ നോക്കുക എന്നതും സ്വാലിഹായ ഒരു മനുഷ്യന്റെ നോട്ടത്തിൽ പെടുക എന്നതും ഒരുപോലെയാണ്. ഒരു സ്വാലിഹായ മനുഷ്യന്റെ നോട്ടത്തിൽ നമ്മൾ പെടുക, ഒരു നല്ല മനുഷ്യനെ നമ്മൾ നോക്കുക, രണ്ടിനും പ്രാധാന്യമുണ്ട് എന്നാണ്.